കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിലാണ്. ഞാൻ ആദ്യം തന്നെ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ സർവശക്തനായിട്ടുള്ള ദൈവത്തിന് നന്ദി പറയുകയാണ്, ഇത്രയും മനോഹരമായ ഒരു ഇൻഡസ്ട്രിയിൽ എന്നെ എത്തിച്ചതിന്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ മുബാറക് സാറിനും ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചോദ്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിർബന്ധം സഹിക്കാൻ പറ്റാതെ ഈ പ്രോഗ്രാമിന് എത്തിയ എത്ര പേരുണ്ട്? മടിയൊന്നും കാണിക്കണ്ട, ഒന്ന് ജസ്റ്റ് കൈവയ്ക്കാണ്. ചില ആൾ കൈവക്കുന്നതിന് മുന്നേ അപ്പുറത്തില്ലാതെ നോക്കുന്നുണ്ട്. എടാ, ഞാൻ കൈവക്കി എനിക്കൊന്നും മോശമാവോ? എത്ര പേരുണ്ട്? ഒന്ന് കാണിച്ച്. ഇപ്പൊ ഒരുപാട് കൈകൾ പൊന്തി. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാം. കാരണം ഞാൻ നേരത്തെ അനുശ്രീമാരെ പറഞ്ഞ പോലെ ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി, സ്വന്തം സ്റ്റാർട്ടപ്പ് സോഫ്റ്റ്വെയർ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പണ്ട് മുതൽ ബിസിനസ് ഒരു സ്വപ്നമായിരുന്നു. കാരണം എന്താ, നമുക്ക് ചുറ്റും സന്തോഷത്തോടു കൂടിയും ആഗ്രഹിക്കുന്ന രീതിയിലും ജീവിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് കീഴിലും പണിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ഓപ്പൺ ആക്കണം, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കണം, ഇതൊക്കെയായിരുന്നു സ്വപ്നം. പക്ഷെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിസിനസ്സിലേക്കൊന്നും കയറി പോകാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് ജോലി ചെയ്തു. അതിനുശേഷമാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ കൂടെ നമ്മൾ പഠിച്ച സെയിം മേഖലയിൽ ഒരു IT കമ്പനി ഇടുന്നത്. അദ്ദേഹം ഇൻഫോസിസിൽ ഒരു എഞ്ചിനീയർ ആണ്. അദ്ദേഹം ഞാനും കൂടിയിട്ടൊരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു IT സൊല്യൂഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്, വൈൻഡീഫ് ടെക്നോളജീസ് എന്ന് പറയുന്നത്. കൂടെ പഠിച്ച 8 പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു സന്തോഷം ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് സംതൃപ്തി ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര സംതൃപ്തി ആയിരുന്നു. കാരണം എന്താ, കൂടെ പഠിച്ച 8 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി. അപ്പൊ അവരെ ഒന്നുമല്ല, അവര് മുതലാളിനെ പോലെ ഞാൻ അവരെ മുന്നിൽ പെരുമാറാറൊന്നുമില്ല. പക്ഷെ അവരോട് എന്റെ കമ്പനിയിലേക്ക് വന്നോളൂ, നമുക്ക് ഒരുമിച്ച്, ഞാൻ വളരുമ്പോൾ നിങ്ങൾക്കും വളരാം എന്നൊക്കെ പറഞ്ഞു അവരെന്റെ കൂടെ വന്നു. ആദ്യത്തെ 1.5 വർഷം സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് സക്സസ് ആയിരുന്നു. ഒരുപാട് വിദേശ കമ്പനികളുടെ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി, സന്തോഷമായിരുന്നു. പക്ഷെ പിന്നീടുള്ള അങ്ങോട്ട് എന്ന് പറയുന്നത് വർക്കേ ഇല്ലാത്ത അവസ്ഥ. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും, ചെലവ് മാത്രം, ഇൻകം ഇല്ല. എന്താ സംഭവിക്കുക? അതായത് വർക്കേ ഇല്ല, പ്രൊജക്ടുകളൊന്നുമില്ല, പക്ഷെ ചെലവാണെങ്കിൽ നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ എന്റെ ചില സുഹൃത്തുക്കളെ വിളിക്കുന്നതിന് എന്തിനാണെന്നറിയോ? പൈസ റോൾ ചെയ്യാൻ. എടാ, ഒരു 50,000 രൂപ ഉണ്ടാവുക, അടുത്ത ആഴ്ച തരാം. എന്നെ കണക്ട് ആകുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേഗം എന്നെ കണക്ട് ആവും. അപ്പൊ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാത്ത സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ മനുഷ്യനൊക്കെ പരിചയപ്പെടുന്നത്. മുബാറക് എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ പരിചയപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി പരിചയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, അൻവർ എന്നാണ് പേര്. ഞാൻ ഒരു സ്ഥലത്ത് അവന്റെ കൂടെ യാത്ര ചെയ്ത സമയത്ത് ഞാൻ ഒരു ഫേസ് വാഷ് വാങ്ങാൻ കയറിയ സമയത്ത് അവൻ എന്നോട് പറയാണ്, എന്റെ അളിയൻ ഒരു സോപ്പ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഒരു സോപ്പ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ ഇതിന്റെ പ്രത്യേകത? എന്നോട് പറഞ്ഞു, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടും ഭയങ്കര റീഫ്രഷിങ് ഫീലാണ്, അത് നീ ഉപയോഗിച്ച് നോക്കണം, ഈ കണ്ട ഫേസ് വാഷ് ഒന്നും നീ വാങ്ങണ്ട. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വാങ്ങാനുള്ള ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവനെ ആ സോപ്പ് നീ എനിക്ക് അറേഞ്ച് ചെയ്താ. അപ്പൊ സോപ്പ് അല്ല തന്നത്, അവൻ തന്നത് ഒരു നമ്പറാണ്. ഇതെന്റെ അളിയന്റെ നമ്പറാണ്. ആള് എറണാകുളത്താണ്. കണ്ണൂരേക്ക് ആള് കല്യാണം കഴിച്ചത് കണ്ണൂരാ. അപ്പം ഒരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കൂടുമ്പോ അദ്ദേഹം കണ്ണൂരേക്ക് വരും. നീ വിളിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അല്ല, ആ സോപ്പിന് ഞാൻ വിളിക്കേണ്ട കാര്യം ഉണ്ടാവും? സോപ്പ് നീ തന്നെ വിളിച്ച് വാങ്ങിച്ചാൽ മതി. അപ്പൊ അവൻ എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ ഈ മൈക്ക് കൊടുത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞതാണെന്നറിയോ? എടാ, എന്റെ അളിയൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം, നീ തന്നെ വിളിച്ചാൽ ഭയങ്കര ഹാപ്പിയാവും. ഞാൻ അങ്ങനെ ഒരു വിളിച്ചതാണ് മുബാറക് സാറിന്. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു. അദ്ദേഹത്തിനോട് ഞാൻ സോപ്പ് പറഞ്ഞു. അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ എനിക്ക് സോപ്പും ഒരു ടൂത്ത് പേസ്റ്റും കൊണ്ടുതന്നു. ടൂത്ത് പേസ്റ്റ് ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നോട് പറഞ്ഞു ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് റിപ്ലൈ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇത് 2 വീട്ടിൽ പോയിട്ട് ഉപയോഗിച്ചു, എന്റെ ഫാമിലി ഉപയോഗിച്ചു. ആദ്യത്തെ റിസൾട്ട് പറയുന്ന എന്റെ ഉമ്മയാണ്. ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഗം ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്, ഈ പല്ലിൽ നിന്ന് ബ്ലഡ് വരുന്ന പ്രശ്നമുണ്ട്. പക്ഷെ ഈ ടൂത്ത് പേസ്റ്റ് ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് റെഗുലർ യൂസ് ചെയ്ത സമയത്ത് ആ ഒരു സാധനം മാറി. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചത് എന്താണെന്നറിയോ? എടാ, ഇത് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും? എന്റെ ഉമ്മ എന്നോട് ചോദിച്ചതാണ്, അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും? അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത് അൻവറിന്റെ അളിയന്റെ എന്തോ പ്രൊഡക്റ്റ് ആണ്. കാരണം എനിക്ക് സത്യം പറയാം, എനിക്ക് ബിസിനസിനെ പറ്റി ഒന്നും അറിയില്ല, എന്തോ പ്രൊഡക്റ്റ് ആണ്, ആളുടെ തന്നെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2ാമത് ആരെ വിളിക്കുന്നത്? മുബാറക്കാണ് വിളിക്കുന്നത്. 5 സോപ്പിനും 5 പേസ്റ്റിനും, 5 സോപ്പിനും 5 പേസ്റ്റിനും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം വരുമ്പോൾ കൊണ്ടുതരാം, ഇനി കാണുമ്പോൾ എനിക്കൊരു 20 മിനിറ്റ് പേഴ്സണലി സംസാരിക്കാൻ സമയം തരണമെന്ന് പറഞ്ഞു. അതെന്തിനായിരിക്കും?
അതെന്തിനായിരിക്കും നിങ്ങൾ പറഞ്ഞു? എന്തിനായിരിക്കും? കുറെ ആൾ പറയുന്നുണ്ട് ബിസിനസ് പറയണം. നിങ്ങൾക്ക് മനസ്സിലായി, ഇഷ്ടത്തിനായി എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കുഴപ്പമില്ല, ഒരു 3 മണിക്ക് ശേഷം എന്റെ ഓഫീസിൽ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 3 മണിക്ക് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു ലീഡറും കൂടി എന്റെ ഓഫീസിലേക്ക് വന്നു. ഓഫീസൊക്കെ വൺ സെറ്റപ്പാണ്. 20 ലക്ഷം രൂപയോളം മുടക്കി സ്ഥാപിച്ച ഒരു ഓഫീസാണ്. ആര് വന്നാലും ഇങ്ങനെ നോക്കി നിൽക്കും. ഓക്കെ, പക്ഷെ എന്തില്ല, വരുമാനമില്ല. സ്റ്റാഫിന് ഒരു 5 മാസമായി സാലറി കൊടുത്തിട്ട് സ്റ്റാഫ് അവസാനം ബസ്സിന്റെ കൂലിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഏകദേശം ഞാൻ ആ കമ്പനിയുടെ അവസ്ഥ ഇങ്ങനെ പറഞ്ഞതാണ്. അവിടെയാണ് മുബാരക് സാർ വരുന്നത്. മുബാരക് സാർ വന്നിട്ട് എന്നോട് ഇന്ന് ചോദിച്ചറിയോ, ഭയങ്കര കോമഡിയാണ്. ഞാൻ ചോദിച്ച 5 സോപ്പ് 5 പേസ്റ്റും ടാബിളിലേക്ക് വെച്ച ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പെന്നും ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ 20 മിനിറ്റ് സമയം ചോദിച്ചില്ലേ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞോളൂ. അദ്ദേഹത്തിനോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഒരധിക വരുമാന ആഗ്രഹം ഉണ്ടോ? ആരോട്? ആരോട്? എന്നോട്. ഒരു അധിക വരുമാന ആഗ്രഹം ഉണ്ട്. ആള് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എന്റെ അലമാര നിറച്ച് പൈസയാണ്, അപ്പൊ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തിരികെ വെക്കാൻ ഒരു അവസരം വേണമെന്ന് ചോദിക്കുക. പക്ഷെ നമ്മൾ സകല ഡിമാൻഡോട് കൂടി ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ അദ്ദേഹം ഒരു പെന്നും ഒരു പേപ്പറും എടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത പ്ലാനാണ് മൈലേഷ്യൻ മാർക്കറ്റിംഗ് പ്രവർത്തനം. കയ്യടിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞു ഉണ്ടോ ഇല്ലയോ? നമുക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഇല്ല, റൈറ്റ്? ഇല്ലല്ലോ, ഇല്ല. കാരണം ഒന്നാമത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഡയറക്ട് സെല്ലിങ് ഇതുപോലുള്ള എല്ലാ ബിസിനസ്സുകളോടും ഞാൻ കട്ട നെഗറ്റീവ്. ഒന്നാമത് ഒരു കാര്യം എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ വീടിന്റെ തൊട്ടപ്പുറം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. നമ്മൾ ഷോപ്പിലേക്കെല്ലാം പോകുന്നത് തോള് കഴിക്കില്ല. അവൻ ഈ ഏതോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാട്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പാര വെച്ചത് ഞാൻ. പാര വെക്കുന്ന പറയുമ്പോൾ ചിരി വരുന്നുണ്ടല്ലോ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് വിശ്വാസമില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു ബിസിനസ് മോഡലും ശരിയല്ല, ഇതെങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വെച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ട മുതൽ ഇദ്ദേഹം എന്നെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇദ്ദേഹം ഓരോ പ്രോഗ്രാമിന് എന്നെ വിളിക്കും, ഞാൻ അതിവിദഗ്ധമായിട്ട് മുങ്ങും. അപ്പൊ അതാണ് ഞാനിവിടെ നിർബന്ധം കൊണ്ട് വന്ന ആളുകളെ ഞാൻ ചോദിച്ചില്ലേ. അതേപോലെ പല പല പ്രോഗ്രാമുകൾക്ക് വിളിക്കും, ഞാൻ മുങ്ങും. അത് മുങ്ങുന്നെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പുറത്തൊന്നുമല്ല കേട്ടോ. അയ്യോ മുബാറക്ക, സമയം നാളെ വൈകുന്നേരം അല്ലേ, അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത ദിവസം ഞാൻ പോവോ? ഇല്ല. അങ്ങനെയാണ് ഞാൻ മുങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ തലശ്ശേരി പേൾ വ്യൂവിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഞാൻ എത്ര വിളിച്ചാലും വരില്ല എന്നുള്ള കാര്യത്തിൽ മുബാറക് സാറിന് ഉറപ്പാണ്. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് വരണം എന്ന് പറഞ്ഞു. ഞായറാഴ്ച ആയിരുന്നു. ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, ഞായറാഴ്ച സത്യത്തിൽ ഞങ്ങൾക്ക് ലീവാണ്. ഞാൻ പറഞ്ഞു മുബാറക്ക ഞായറാഴ്ച ലീവ്, ഭയങ്കര തിരക്കാണ്, എനിക്ക് കുറെ പരിപാടിയുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നുകൂടി ട്രൈ ചെയ്തൂടെ? ഞാൻ പറഞ്ഞു ഒരു ലക്ഷ്യമില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ആളുടെ അളിയെ വിളിക്കുകയാണ്. ആരെ? എൻ്റെ ദോസ്ത്. ഓൻ വിളിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രീ ടൈം ആടെല്ലാം കറങ്ങാൻ പോകും. ഞാൻ അവന്റെ കൂടെ അങ്ങ് പോയി. എത്തിയത് എവിടെയാ? പേൾ വ്യൂവിന്റെ ഗേറ്റിന്റെ മുന്നിൽ. ഇങ്ങനെ ഈ ബിസിനസ്സിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ട് അവിടെ? ഒരു എക്സാമ്പിൾ കാണിക്കുന്ന ഇതേപോലെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടെത്തി. പിന്നെ അവിടെ എത്തി നമുക്ക് ഓടാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഈ ഗേറ്റിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അത് മുബാറക്കാണ്. അദ്ദേഹം ഒരു കിഡ്നാപ്പ് ചെയ്ത മട്ടുമില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഓക്കെ, പിന്നെ നമുക്ക് 10 മണിക്കായിട്ട് പ്രോഗ്രാം തുടങ്ങാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ആ പ്രോഗ്രാമിന് കയറിയിരുന്നു. പക്ഷേ ആ പ്രോഗ്രാം മനസ്സോടെയാണ് ഇരുന്നതെങ്കിലും ആ പ്രോഗ്രാമാണ് ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അന്ന് ഫ്രണ്ട് സീറ്റാണ് എനിക്ക് വേണ്ടി പിടിച്ചു വെച്ചത്. ഞാൻ ആ സീറ്റിൽ ഇരുന്ന് ആദ്യമൊക്കെ എനിക്ക് ബോറിംഗ് ആയി തോന്നിയെങ്കിലും ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു സാധനമാണ് പാസീവ് ഇൻകം. ഹലോ, ഞങ്ങളുടെ GTS മിഥുൻ സാറ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറഞ്ഞ സാധനം പാസീവ് ഇൻകം. അതായത് ഒരു കാലത്ത് നമ്മൾ അധ്വാനിക്കുന്നത് പിന്നീട് നമ്മൾ അവിടെ ഇല്ലെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാസീവ് ഇൻകം, റൈറ്റ്? എത്ര പേര് അങ്ങനെയുള്ള ഇൻകം ആഗ്രഹിക്കുന്നുണ്ട്? എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? ചില ആള് ഇങ്ങനെ ആക്കിയാൽ ഹാഫ് ആഗ്രഹിക്കുന്ന. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് ഇറങ്ങിയ
റെസ്റ്റ് ഓഫ് ദ ലൈഫ്, ബാക്കിയുള്ള കാലം നമുക്ക് ആനന്ദത്തോടു കൂടി ഫാമിലിയോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാവരോടും ഞാൻ പറയുന്നത് അതിന് ഏറ്റവും നല്ല വഴി ഏതാ? നിങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ മലേഷ്യയിൽ ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഓപ്പണായിട്ടാണ് പറയുന്നത്. കോടികൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസഫ് അലിനെ പോലെ ഒരു മാളക്കിടാൻ നിങ്ങൾക്ക് പൈസ ഉണ്ട്, ഞാൻ പറയും നിങ്ങൾ മലേഷ്യയിൽ ചെയ്യണം, നിങ്ങൾ അത് ചെയ്തോ. പക്ഷെ നിങ്ങളുടെ പണം ഇല്ലെങ്കിൽ, എന്നാൽ അതുപോലെ ഒരു വരുമാനം ഉണ്ടാക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നോ ഡൗട്ട് ചൂസ് ചെയ്യേണ്ട ബിസിനസ് മലേഷ്യയിലാണ്. ഒരു സംശയമില്ലാതെ ചൂസ് ചെയ്യുന്നത് മലേഷ്യയിലാണ്. നിങ്ങളുടെ കാര്യം ആലോചിച്ചേ, നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളില്ലേ, 10,000 രൂപ, 20,000 രൂപ, 30,000 രൂപയൊക്കെ ശമ്പളം വാങ്ങുന്ന ആളുകൾ, നിങ്ങൾ സത്യത്തിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ഓണർക്ക് വേണ്ടിയിട്ടാണോ? അതായത് നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂറോ 9 മണിക്കൂറോ പണിയെടുക്കുന്നു, അതിന്റെ ശമ്പളം വാങ്ങുന്നു. ആ പണിയെടുക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഭക്ഷണം തരുന്ന, നിങ്ങൾക്ക് ഭാവിയിൽ ലൈഫ് സ്റ്റൈൽ തരുന്ന, നിങ്ങൾക്ക് ഭാവിയിൽ സുഖം തരുന്ന ഒരു കാര്യത്തിനാണോ നിങ്ങൾ ആദ്യം ആലോചിക്കുക? മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ ഭാവിയിൽ 10 കൊല്ലം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിന് തുല്യമായിട്ട് 10 കൊല്ലം നിങ്ങൾക്ക് വർക്ക് ചെയ്തതിൻ്റെതായിട്ടുള്ള വരുമാനം വരുന്ന ഒരു സ്രോതസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, അത് ചൂസ് ചെയ്യാൻ ഇത്രയും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി അറിയില്ല. ചില ആളുകൾ ചിന്തിക്കും, വിദ്യാഭ്യാസം ഇല്ലാത്ത എനിക്ക് ഇതൊന്നും മനസ്സിലാവാത്ത ഇത് പറ്റുമോ? ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള വ്യക്തികളൊക്കെ മൈ ലൈഫ് സ്റ്റൈലിൽ വലിയ വരുമാനം വാങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നാൽ വൈറ്റ് കോളർ കോംപ്ലക്സ് ഉള്ള ആളുകൾ, ഹലോ അറിയാം, ഞാൻ ഷോർട്ട് ചെയ്ത് പറയുന്നില്ല, എനിക്ക് ഇത്ര എഡ്യൂക്കേഷൻ ഉണ്ട്, എന്നിട്ട് എവിടെയാ MBA കാരൻ റിസപ്ഷനിസ്റ്റ്, MBA കാരൻ ഹോട്ടലിൽ പല സ്ഥലത്തും അണ്ടർ എംപ്ലോയ്മെന്റ്, അതായത് അവന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലിയല്ല അവൻ പുറത്തുപോയി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനെ കാണിച്ചു തരാം, മൈലേഷ്യയിൽ ചെയ്യുന്ന ഡോക്ടർമാരെ കാണിച്ചു തരാം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മലേഷ്യയിൽ ഒരു കൺവെൻഷൻ നമ്മൾ പോകുമ്പോൾ പരിചയപ്പെടുന്ന വ്യക്തികളൊക്കെ ഹൈ പ്രൊഫൈലുള്ള ആളുകൾ, അതായത് വിദ്യാഭ്യാസം ഉള്ള ആൾക്കും സ്യൂട്ടാണ്, വിദ്യാഭ്യാസം നന്നായിട്ട് ഉള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കും സ്യൂട്ടായ ബിസിനസ്സാണ് മലേഷ്യയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഒരു മുൻധാരണ എന്ന് പറയുന്ന സാധനം മനുഷ്യൻ ഏറ്റവും കൂടുതൽ അപകടത്തിലാക്കുന്ന ഒരു സാധനമാണ് മുൻധാരണ. ഹലോ, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താ മുൻധാരണ എന്ന് പറഞ്ഞാല്? മുൻധാരണ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കുകയൊന്നും ചെയ്യാതെ നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കും. ഹലോ, ഇതങ്ങനെയാ. ഹലോ, ഇതങ്ങനെയാ. ഈ മുൻധാരണകൾ കൊണ്ട് മാത്രം വലിയ അവസരങ്ങൾ നഷ്ടപ്പെട്ട എത്ര പേരുണ്ടെന്ന് അറിയും. പക്ഷെ നേരെ മറിച്ച് ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി അത്യാവശ്യമാണെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിനെ കുറിച്ച് പഠിക്കും, ശക്തമായി ഒന്ന് നിൽക്കും, അതിൽ വിജയിക്കും. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരാൻ ആഗ്രഹിക്കുന്ന? ഏത് കാറ്റഗറിയിലാണ്? വിജയിച്ച ഒരു കാറ്റഗറിയിലല്ലേ? ഇനി നിങ്ങൾക്ക് മുൻധാരണ ഏത് കാര്യത്തിലാണ് വരിക? ഇത് ലീഗലാണോ? റൈറ്റ്. ഹലോ, ഞാൻ 10 വർഷമായി മലേഷ്യയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തത് മലേഷ്യയില്ല. ഞാൻ ഒരിക്കലും ലീഗലി ഫിറ്റ് അല്ലാത്ത ഒരു സ്ഥലത്ത് എന്റെ ജീവിതം കൊണ്ട് ഞാൻ ഇടില്ല. ഹലോ, അത് 100% ഉറപ്പാണ്. കാരണം എന്താ? ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം പഠിച്ചൊരു കാര്യം, നിയമ തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ള ഒറ്റ കാര്യം. കാരണം എന്താ? നമ്മൾ കഷ്ടപ്പെട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു നിയമ പ്രശ്നം വരാൻ പാടില്ല. ആ സമയത്താണ് കൃത്യമായിട്ട് ഞാൻ തുടങ്ങുന്ന സമയം ഗോൾഡൻ പീരീഡാണ്. കാരണം എന്താ? ഡയറക്ട് സെല്ലിങ്ങില് ലീഗലി എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഇപ്പൊ കൃത്യമായ ഗൈഡ് ലൈൻസോട് കൂടിയിട്ടാണ്, കൃത്യമായ GST അടച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ആ പ്രശ്നം വേണോ? വേണ്ടല്ലോ. പിന്നെ ഒറ്റ കാര്യം, രണ്ടാമത്തെ ഒരു സംശയം വരാനുള്ള കാരണം, എന്നെ കൊണ്ട് ഇതാവോ? ഹലോ, ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ? എന്നെ കൊണ്ട് ഇതാവോ? ഇല്ലേ? പൊതുവേ ഉണ്ടാവും. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ലീഡർ ഉണ്ട്, സത്യമാഷ്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ ചോദിക്കാം, സാറേ, ഞാൻ ഈ കൈകൊണ്ട് ഒരാൾക്ക് ഒരു സാധനം വിറ്റിട്ടില്ല, എനിക്ക് ഒരാളോട് ഒരു സാധനം വേണോ എന്ന് ചോദിക്കാൻ വരെ അറിയില്ല, എനിക്ക് മൈലേഷ്യയിൽ സക്സസ് ആവുള്ളൂ. അന്ന് സത്യമാഷ് എനിക്ക് തന്നൊരു മറുപടി ഉണ്ട്. അതാണ് എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയത്. അതായത് ഈ ബിസിനസ്സിലേക്ക് വരുമ്പോ സീറോ നോളജ്, ഒന്നും അറിയണ്ട, ഇവിടെ വന്ന് പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറായാൽ നമുക്ക് എല്ലാം നേടാൻ, എല്ലാം പഠിക്കാൻ ഈ ബിസിനസ്സിലൂടെ സാധിക്കുന്ന ഒരു കോൺഫിഡന്റ് ആണ് നമ്മൾ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ ഒരാൾ 30 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ആസ്തി ഒരു 5 വർഷമൊക്കെ ശക്തമായി പ്രവർത്തിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കറിയാം, ഒരുപാട് നിങ്ങളുടെ ലീഡേഴ്സും അവരുടെ വരുമാനവും ഒക്കെ നിങ്ങൾ കാണുന്ന ആളുകളാണ്. അവരൊക്കെ അവരുടെ വാഹനം, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ വിദേശയാത്ര ഒക്കെ നിങ്ങൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ സാധാരണ രീതിയിൽ ഒരു 30 വർഷം
പണിയെടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വിദേശത്ത് പോയാൽ ഉണ്ടാക്കാൻ പറ്റുന്നത്, കേവലം ഒരു 5 വർഷം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഞാൻ 4 കാര്യം പറഞ്ഞുതരാം, വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം പവർ ഓഫ് ടെക്നോളജി. ഹലോ, നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്ന? ടെക്നോളജിന്റെ ആ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഗ്യാരണ്ടി തരാം, ടെക്നോളജി ഉപയോഗപ്പെടുത്താത്ത ബിസിനസ്സുകൾ കാലാന്തരം സംഭവിക്കാൻ പോകാം. ഇപ്പൊ ആളുകൾ സാധനം വാങ്ങുന്നതിലേക്ക് മാറിയില്ലേ, എല്ലാവരും ഓൺലൈനിലേക്ക് മാറിയില്ലേ? എന്നാൽ മൈ ലൈഫ് സ്റ്റൈൽ തരുന്നത് ടെക്നോളജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ്. കാരണം എന്താ, ഞാൻ ഈ ബിസിനസ്സിൽ ഒരു ഐഡിയ എടുക്കുമ്പോൾ മറ്റൊരു വ്യക്തി എന്റെ ഹ്യൂമൻ ഫ്രാഞ്ചൈസിയെ മറ്റൊരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ഡിസ്ട്രിബ്യൂഷന്റെ അണ്ടറിലാണ്. അത് ടെക്നോളജിക്കലി കണക്റ്റഡ് ആണ്. അവിടെ ഒരു സെയിൽ വരുമ്പോൾ അതിന്റെ നിശ്ചിത ശതമാനം എനിക്ക് വരികയാണ്. അതായത് അവിടെ ഞാനൊരു ആപ്ലിക്കേഷൻ ആക്കണ്ട, ഓൾറെഡി കമ്പനി ഒരു ടെക്നോളജി ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പിലൂടെ നടക്കുന്ന സെയിൽ എന്താ നമുക്ക് കാണാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റും. ഞാൻ അവിടെ വേണമെന്ന് പോലും ഒരു നിർബന്ധമുണ്ട്. ഹലോ, അതാണ് ഒന്നാമത്തെ മേന്മ. ഇത് ടെക്നോളജി കണക്റ്റഡ് ബിസിനസ് ആണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താ, നമ്മൾ ടീമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഹലോ, ടീം വർക്ക് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ, ഒരു പണി നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണ്ട. ഹലോ, MA യൂസുഫ് അലി എന്തുകൊണ്ടാണ് കോടീശ്വരനായത്? അദ്ദേഹം ഒറ്റക്കാണ് ഈ ബിസിനസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഓടിയെങ്കിൽ ആരാവുക? അദ്ദേഹത്തിന് വലിയൊരു ടീമുണ്ട്. അതായത് ഇന്ത്യയിൽ ടീമുണ്ട്, GCC ടീമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നിരന്തരം അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് MA യൂസുഫ് അലി എന്ന് കാണുന്ന MA യൂസുഫ് അലി ആയത്. നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. റൈറ്റ്? ഞാൻ പണ്ട് എന്റെ വീട്ടില്, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, പണ്ട് ഈ ഞായറാഴ്ച ദിവസം കളിക്കാൻ പോവാന്ന് വിചാരിച്ചു നിൽക്കൂലേ, ആ സമയത്ത് കറക്റ്റ് തെങ്ങ് തരുന്ന ആള് വീട്ടിൽ വരും. ഹലോ, അന്നേരം എന്താ സംഭവിക്കാം? എന്നോട് ഉപ്പ പറയും തെങ്ങ് കളിക്കാൻ പോകണ്ട, സ്നേഹം കൊണ്ട് പറയുന്നതല്ല, തേങ്ങ പൊട്ടിക്കൊണ്ടിരുന്നു. സിമ്പിൾ. അപ്പൊ ഞാൻ അന്ന് ആലോചിച്ച കാര്യം, നമുക്ക് ഏകദേശം ഒരു 10-25 തെങ്ങുണ്ട്, ഒരു 150 തേങ്ങ കിട്ടും. ഹലോ, അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, തേങ്ങ കൊണ്ടുപോയിട്ട് ഒരു ഷെഡിൽ കൊണ്ടിടണം. ഒരു 150 ആള് ജസ്റ്റ് വന്നില്ലെങ്കിൽ ഒരു തേങ്ങ എടുത്ത് കൊണ്ടുപോയിട്ടാൽ ആ പണി കഴിഞ്ഞില്ലേ? റൈറ്റ് ഓർ റോങ്? ചിന്തിച്ചു നോക്കൂ. ഞാൻ ചിന്തിച്ച കാര്യമാണ്. അതായത് നിങ്ങൾ പണ്ട് ചിന്തിച്ചിട്ടുണ്ടാവും, ഈ തേങ്ങ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, പഠിച്ചവന് ഒരു 150 ആള് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു തേങ്ങയും കൊണ്ട് നടന്നാൽ മതി. ആ ഷെഡിൽ ഒരാൾ ഒരു തേങ്ങയും കൊണ്ട് നടന്നാൽ മതി, ടോട്ടൽ 150 തേങ്ങ തീർന്നു. ദിസ് ഈസ് കോൾഡ് ടീം വർക്ക്. അതായത് ഇതാണ് ടീം വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് പ്രാവർത്തികമാകുന്ന ഒരു മേഖലയിൽ വരുന്നത് ഞാൻ വിശ്വസിച്ചിട്ട് പോലും. മനസ്സിലായില്ലേ? ഇന്ന് എന്നോടൊപ്പം രജിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ 53,000 മെമ്പേഴ്സിന്റെ ഓർഗനൈസേഷൻ ഉണ്ട്. ഇന്ന് കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, കേരളത്തിന് പുറത്തും ടീം ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ബിസിനസ്സിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത മാസം കൂടി അടുത്തൊരു വിദേശ യാത്ര പോകുന്നത് ശ്രീലങ്കയിലേക്ക്. ഇതൊന്നും ഒരു മേന്മയായിട്ട് പറയാനൊന്നുമല്ല. 2 കാറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്വന്തം സ്ഥലം വാങ്ങിച്ചു. ഈ ബിസിനസ് ലൈഫിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയോ? അതും കൂടി പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ മാറ്റം ഞാനിപ്പോൾ സംസാരിക്കുന്നതാണ്. കാരണം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത്, നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ആദ്യമായിട്ട് എന്നെ സംസാരിക്കാൻ വിളിച്ച സമയത്ത് എനിക്ക് നല്ല പറയേ, ഞാൻ ഫോൺ വന്ന പോലെയാക്കി മുങ്ങാനൊക്കെ നോക്കി. പക്ഷെ എന്റെ ലീഡർ എന്നെ കറക്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ടേ നിർത്തി. പക്ഷെ അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ പേര് മറന്നുപോയി. സത്യം, നിങ്ങൾ ചിന്തിക്കുക, ആളുകളെ കാണുമ്പോൾ സ്വന്തം പേര് ഞാൻ മറന്നുപോയി. അത്ര ഷവറിങ്ങും അത്രയും പേടിയുള്ള വ്യക്തിയാണ് ഞാൻ. നിങ്ങളെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണാലിറ്റിയിൽ മൈലേജിൽ വലിയ ചേഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം, ശക്തമായി ഈ ബിസിനസ് നിങ്ങളെ പണം കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ടും നിങ്ങളുടെ ബന്ധങ്ങൾ കൊണ്ടും നിങ്ങളെ മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബിസിനസ്സിലാണ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം, സംശയം തീർത്തുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ മുൻധാരണ, എനിക്ക് പറ്റൂല, എനിക്കിതാവില്ല,
ഇങ്ങനെ ചെയ്യരുത്. കാരണം എനിക്ക് എൻ്റെ മുൻധാരണയിൽ മിസ്സായി പോകേണ്ട ഒരു മേഖലയായിരുന്നു. പക്ഷെ എൻ്റെ ലീഡർ കൃത്യസമയത്ത് തന്നെ കറക്റ്റ് പ്രോഗ്രാമിന് എത്തിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ബിസിനസ്സിൽ പിടിച്ചേക്കാൻ പറ്റിയത്. ഇവിടെ വന്ന എല്ലാവരും സംശയങ്ങളൊക്കെ മാറ്റി ശക്തമായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ പോലൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നേടണം. അങ്ങനെ നേടാൻ സർവശക്തനായിട്ടുള്ള ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു